നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശ്വാസമാകുന്ന കോവിഡ് പ്രതിദിന കണക്കുകൾ. മരണസംഖ്യ ഒരു ദിവസത്തെ ഉയർന്ന നിരക്കിൽ. 14,672 പുതിയ രോഗികൾ. DPR 14.27%. ജില്ലയിലും രോഗികൾ കുറഞ്ഞു. 1,687 പേർക്ക് വൈറസ് ബാധ. DPR 15.79%. ആകെ മരണസംഖ്യ 885. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി KPSTA. 100 ജനപ്രതിനിധികൾക്ക് 100 ഓക്സിമീറ്ററുകളുമായി ഇമ്പിച്ചി ബാവ സഹകരണ ആശുപത്രി. മലയാളം സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ച് അധ്യാപക നിയമനം. ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത്. അട്ടിമറി നടന്നത് ചലച്ചിത്ര പഠന വിഭാഗത്തിലെ അധ്യാപക നിയമനത്തിൽ. കരുതൽ ശുചിത്വ പരിപാടിയുടെ താനൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം താനാളൂരിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന് ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. അതേസമയം മരണസംഖ്യ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. 14,672 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,02,792 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 14,672 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 2,126, എറണാകുളം 1,807, മലപ്പുറം 1,687, കൊല്ലം 1,648, പാലക്കാട് 1,494, തൃശൂർ 1,417, കോഴിക്കോട് 960, ആലപ്പുഴ 925, കണ്ണൂർ 640, കോട്ടയം 499, ഇടുക്കി 489, കാസർഗോഡ് 423, പത്തനംതിട്ട 359, വയനാട് 198 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,02,792 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.27 ആണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 227 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 946 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 153 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 13,638 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 814 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 21,429 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,54,698 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 27 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 891 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം പ്രതിദിനം കുറയുന്നു. 1,687 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 1,623 പേർക്ക് രോഗം ബാധിച്ചു. 5,087 പേർക്ക് രോഗമുക്തി. DPR 15.79%. ജില്ലയിൽ ഇതുവരെ 885 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 1,687 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 15.79% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 5,087 പേർ ജില്ലയിൽ രോഗമുക്തരായി. ഇതോടെ കോവിഡ് വിമുക്തരായി ജില്ലയിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,74,328 രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,623 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരാണ്. 37 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 24 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 55,207 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 30,234 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 885 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി KPSTA. തിരൂരിലെ 5 ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും കോവിഡ് ഉപകരണങ്ങൾ നൽകി. KPSTA ഗുരുസ്പർശം പദ്ധതി 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നടപടി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ സാമൂഹിക സേവന പദ്ധതിയായ ഗുരുസ്പർശം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്തു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ കോവിഡ് സാമഗ്രികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഋഷികേഷ്, മുനീർ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, PPE കിറ്റ്, സർജിക്കൽ N95 മാസ്കുകൾ എന്നിവയാണ് വിതരണം ചെയ്തത്. K. പ്രദീപ് കുമാർ അധ്യക്ഷനായി. സിബി തോമസ്, P. അബ്ദുൾ ഷുക്കൂർ, സജയ് P, നസീബ് KP, ഷബീർ നെല്ലിയാലി, രാജീവ് VP, അബ്ദുൾ ഖാദർ K എന്നിവർ സംസാരിച്ചു. ഗുരുസ്പർശത്തിന്റെ ഭാഗമായി തന്നെ വെട്ടം, പുറത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും തലക്കാട്, തിരുനാവായ, തൃപ്രങ്ങോട്, മംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്തു. സംസ്ഥാന കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, PPE കിറ്റ്, സർജിക്കൽ N95 മാസ്കുകൾ എന്നിവയാണ് വിതരണം ചെയ്തത്. 2ാം ഘട്ടം ആയി കുറേ പ്രതിരോധ ഉപകരണങ്ങൾ ഈ ഹോസ്പിറ്റലിന് നൽകാൻ ഇന്ന് സന്നദ്ധമാവുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ വളരെ വിപുലമായ സന്നാഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുള്ളത്.
3 കോടിയോളം രൂപയുടെ ഇതേപോലെയുള്ള ഉപകരണങ്ങൾ കേരള സംസ്ഥാനത്ത് നൽകുന്നു എന്നുള്ളത് നമ്മളേവരും അവരെ അഭിനന്ദിക്കുവാൻ കാരണമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സേവന തലമാണ്. 100 ജനപ്രതിനിധികൾക്ക് 100 ഓക്സിമീറ്ററുകളുമായി ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രി. തിരൂരിലെ 5 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് ഓക്സിമീറ്ററുകൾ നൽകിയത്. ഡോക്ടർ കെ ടി ജലീൽ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പൾസ് ഓക്സിമീറ്ററുകൾ വിതരണവുമായി തിരൂർ ആലത്തൂരിലെ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രി രംഗത്തെത്തിയത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തത്. തിരൂരിലെ 5 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തു. തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷാലിനിക്ക് ഓക്സിമീറ്റർ നൽകി തവനൂർ MLA ഡോക്ടർ കെ ടി ജലീൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃപ്രങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കർ, വാർഡംഗം ഫാബിമോൾ എന്നിവർക്കും ചടങ്ങിൽ ജലീൽ മീറ്ററുകൾ നൽകി. തൃപ്രങ്ങോട്, മംഗലം, പുറത്തൂർ, വെട്ടം, തലക്കാട് എന്നീ പഞ്ചായത്തുകളിലെ 100 ജനപ്രതിനിധികൾക്കും പൾസ് ഓക്സിമീറ്ററുകൾ ലഭിക്കും. IMCH എക്സിക്യൂട്ടീവ് ഡയറക്ടർ A ശിവദാസൻ, ആശുപത്രി ഡയറക്ടർമാരായ PV അബ്ദുൽ ഹയ്യൂബ്, ബാവുക്കുട്ടി, ആശുപത്രി MD ഷുഹൈബ് അലി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഈ ആശുപത്രി നിലകൊള്ളുന്ന പഞ്ചായത്തും പഞ്ചായത്ത് ചുറ്റുവട്ടത്തുള്ള പുറത്തൂർ, മംഗലം, വെട്ടം, തലക്കാട് പിന്നെ തുപ്രംകൂട് ഈ 5 പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ വാർഡിൽ ആവശ്യമുള്ള രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സൗജന്യമായി 100 ഓക്സിമീറ്റർ നമ്മൾ നൽകുകയാണ്. അത് നമുക്കൊരു ടീം സംഭാവനയായിട്ട് നൽകിയതാണ്. അത് സംഭാവനയായി തന്നെ ഈ 100 വാർഡ് മെമ്പർമാരുടെയും കൈകളിൽ എത്തിക്കാൻ തീരുമാനിച്ചു. കോവിഡ് മഹാമാരിയിലും കർമ്മനിരതരായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന തിരൂരിലെ മാധ്യമപ്രവർത്തകർക്ക് രോഗപ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് കിത്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ. തിരൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കോളേജ് ചെയർമാൻ MP മുഹമ്മദ് കോയ സുരക്ഷാ കിറ്റുകൾ വിതരണം ചെയ്തു. തിരുനാവായ പട്ടണക്കാവ് കിത്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തിരൂരിലെ മാധ്യമപ്രവർത്തകർക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കോവിഡിനെതിരെ മാധ്യമപ്രവർത്തകർക്കൊപ്പം എന്ന സന്ദേശത്തിലാണ് കോളേജ് കരുതൽ കിറ്റ് എന്ന പേരിൽ മാധ്യമപ്രവർത്തകർക്ക് കൈമാറിയത്. VK റഷീദിനെ കിറ്റ് നൽകിക്കൊണ്ട് മുഹമ്മദ് കോയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല സാഹചര്യത്തിലും അതൊന്നും കാര്യമാക്കാതെ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഗുരുതരമായ സാഹചര്യങ്ങളെ കണ്ട് പലരും മാറി നിൽക്കുന്നിടത്ത് കടന്നു ചെന്ന് വളരെ പ്രയാസപ്പെട്ട ജോലി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യുന്നവരാണ് പത്രപ്രവർത്തകർ. അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും മറ്റുള്ളവരുടെ പ്രയാസം ജനങ്ങളിലെത്തിക്കുന്ന പത്രപ്രവർത്തകരുടെ പ്രയാസങ്ങളെക്കുറിച്ച് പലപ്പോഴും സമൂഹം അത് ഗൗനിക്കാറില്ല. കിത്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്ന ചെറിയ തോതിലുള്ള സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഈ കഴിഞ്ഞ ഈ കോവിഡ് കാലത്തും അതിന് മുമ്പത്തെ ഒന്നാം കോവിഡ് കാലത്തുമൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ അണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി MP റാഫി അധ്യക്ഷനായിരുന്നു. സലീം തണ്ണീർച്ചാൽ, ബൈജു അരിക്കാഞ്ചിറ, അബ്ദുൽ കലാം ആസാദ്, യാസീൻ, ജംഷീർ കൊടിഞ്ഞ്, സന്തോഷ് കാവലക്കാട്, ഷറഫുദ്ദീൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് PP കിറ്റ് അടക്കമുള്ള കിറ്റ് നൽകിയത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വാക്കാട് CHCയിലേക്ക് PP കിറ്റ്, N90 മാസ്ക്, സർജിക്കൽ മാസ്ക്, ഗ്ലൗസ് എന്നിവ വിതരണം ചെയ്തത്. മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ പ്രസിഡന്റ് റംല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീന് കൈമാറി. ഏരിയ കമ്മിറ്റി തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മഹിളാ അസോസിയേഷൻ മികച്ച പ്രവർത്തനമാണ് പൊതുവെ നടത്തുന്നത്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇതൊരു മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി കാണിച്ച ഈ നന്മ നിറഞ്ഞ മനസ്സിനെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ഏരിയ നേതാക്കന്മാരായ MV വൃന്ദ, പ്രവീണ K, ഉഷ, CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP നാസർ, തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മലയാളം സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ച് അധ്യാപക നിയമനം നടത്തിയതായി ആരോപണം. ചലച്ചിത്ര പഠന വിഭാഗത്തിലെ അധ്യാപക നിയമനത്തിൽ അട്ടിമറി നടന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തി. സംവരണ മെറിറ്റ് ക്രമം തെറ്റിച്ചാണ് അധ്യാപക നിയമനം നടന്നതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു.
ഇടതു സഹയാത്രികനായ കവിയുടെ ബന്ധുവിന്റെ നിയമനത്തിനു വേണ്ടിയാണ് സംവരണ അട്ടിമറി നടന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. ഈ വർഷം ജൂണിൽ നടത്തിയ നിയമനത്തിലാണ് ചലച്ചിത്ര പഠന വിഭാഗത്തിൽ അനർഹ നിയമനം നടന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. ചലച്ചിത്ര പഠനം പട്ടികജാതി സംവരണ മെറിറ്റിലാണ് വരേണ്ടത്. എന്നാൽ ഈ ക്രമം തെറ്റിച്ച് സാഹിത്യരചനാ വിഭാഗത്തിലെ ജനറൽ സീറ്റ് പട്ടികജാതി സീറ്റാക്കുകയും ചലച്ചിത്ര പഠനത്തിൽ വരേണ്ടിയിരുന്ന പട്ടികജാതി സംവരണ സീറ്റ് മുന്നോക്ക സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ഇന്റർവ്യൂവിനായി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുകയും പിന്നീട് ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യോഗ്യരായവരെ മാറ്റി നിർത്തി ഒരു യോഗ്യതയുമില്ലാത്തയാളെ നിയമിച്ചെന്നുമാണ് പരാതി. മെറിറ്റ് മുന്നോക്ക സംവരണമാക്കിയെങ്കിലും നിയമനം നേടിയ ഉദ്യോഗാർത്ഥി മുന്നോക്ക സംവരണ വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന സംശയവും നിലനിൽക്കുന്നു. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക സംവരണം എന്ന നിലയിലാണ് ഗവേഷക വിദ്യാർത്ഥിയായ ഉദ്യോഗാർത്ഥിയെ നിയമിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ നവംബറിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ഒരു അഭിമുഖത്തിൽ ഇതേ വ്യക്തി തന്നെ ഓപ്പൺ കാറ്റഗറിയിലാണ് പങ്കെടുത്തതെന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം നിയമനം നേടിയയാൾ ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന്റെ ഗവേഷക വിദ്യാർത്ഥിയാണെന്നതും സംശയം ബലപ്പെടുത്തുന്നു. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിങ്ങനെ 8 തസ്തികകളിലേക്കാണ് ഈ വർഷം നിയമനം നടന്നത്. അഭിമുഖത്തിനു ശേഷം റാങ്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാതിരുന്നതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വിഷയ വിദഗ്ധരുടെ തീരുമാനത്തിൽ ആദ്യ റാങ്കുകളിൽ ഒന്നിലും നിയമനം നേടിയ ഉദ്യോഗാർത്ഥി ഉൾപ്പെട്ടിരുന്നുമില്ല. തുടർന്നാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ ഉദ്യോഗാർത്ഥിയെ സർവകലാശാലയിൽ വിളിച്ചു വരുത്തി നിയമനം നൽകിയത്. ചലച്ചിത്ര പഠനത്തിൽ ജോലി കിട്ടിയ വ്യക്തിക്ക് MA കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ബിരുദാനന്തര ബിരുദവും ഫിലോസഫി വിഭാഗത്തിൽ നിന്ന് PhDയും എന്നാണ് യോഗ്യതയായി പറയുന്നത്. സർവകലാശാലയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം അടിസ്ഥാന യോഗ്യത ജേർണലിസം ഡിഗ്രിയും സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhDയോ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട തിയേറ്റർ ആർട്ട്, പെർഫോമിംഗ് ആർട്സ്, ഫിലിം സ്റ്റഡീസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും നെറ്റ് യോഗ്യതയും എന്നതാണ് യോഗ്യത. പൊന്നാനി കുറ്റിപ്പുറം പാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കാറും ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനി കുറ്റിപ്പുറം പാതയിൽ കാറും ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് 3 പേർക്ക് പരിക്ക് പറ്റിയത്. പൊന്നാനി സ്വദേശി ദിലീപ്, ഭാര്യ നരിപ്പറമ്പ സ്വദേശിനി രചന, മകൻ ഉണ്ണിക്കുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എടപ്പാൾ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. കരുതൽ ശുചിത്വ പരിപാടിയുടെ താനൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം താനാളൂരിൽ നടന്നു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ഉദ്ഘാടനം നിർവഹിച്ചു. താനൂർ തിരൂർ റോഡിലെ പുത്തൻതിരു പ്രദേശത്ത് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പൊതു ഇട സൗന്ദര്യവൽക്കരണ പരിപാടിക്കും തുടക്കം കുറിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കരുതൽ പരിപാടിയുടെ താനൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക നിർവഹിച്ചു. ഹരിത കേരളം എന്ന ആശയം കേരളത്തിന് മുന്നിൽ വെച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ പ്രാദേശിക സർക്കാരുകളും അത് ഏറ്റെടുത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ശുചീകരണ പ്രവർത്തനം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനമാണ്. അത് നമ്മുടെ ആരോഗ്യവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ശുചിത്വ സേനാ പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു. താനൂർ തിരൂർ റോഡിലെ പുത്തൻതിരു പ്രദേശത്ത് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പൊതു ഇട സൗന്ദര്യവൽക്കരണ പരിപാടിക്കും തുടക്കം കുറിച്ചു. നായനാർ ഗ്രന്ഥാലയം, എന്റെ പുത്തൻതിരു സാംസ്കാരിക കൂട്ടായ്മ, ദേവദാർ ബോയ്സ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഹരിത കർമ്മസേനയ്ക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. താനൂർ നഗരസഭ ചെയർമാൻ PP ഷംസുദ്ദീൻ, നിറമതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സൈദലവി, പൊന്മുടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ എന്നിവർ ഓൺലൈനായി ആശംസകൾ നേർന്നു. പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാംജിലാൽ എന്നിവരും പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അബ്ദുറസാഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സതീശൻ സ്വാഗതവും OK. പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി തിരൂർ ഡൗൺ ബ്രിഡ്ജ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തിരൂർ KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ T. കലാം നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് ഡൗൺ ബ്രിഡ്ജ് തിരൂർ ജൂനിയർ വിംഗ് ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം തുടർന്നു പോരുന്ന പ്രവർത്തനം കോവിഡ് കാലത്ത് മുടങ്ങിയിട്ടില്ല. നടുവിലങ്ങാടി താഴെപ്പാലം പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കാണ് ഡൗൺ ബ്രിഡ്ജ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം തിരൂർ KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ T. കലാം നിർവഹിച്ചു. ഡൗൺ ബ്രിഡ്ജ് വൈസ് പ്രസിഡന്റ് TV താഹിർ, PP മുനീർ, ഫൈസൽ, TE ഹാരിസ്, യാഫിദ്, ഷാജഹാൻ, DK ഷാമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമരോടം പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാറിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ചമരോടം സ്നേഹപാത പാർക്കിൽ നടന്ന പരിപാടി തൃപ്രങ്കോട് കൃഷി ഓഫീസർ സഹനില ഉദ്ഘാടനം ചെയ്തു. പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാറിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. ചമരോടം സ്നേഹപാത പാർക്കിൽ നടന്ന പരിപാടി തൃപ്രങ്കോട് കൃഷി ഓഫീസർ സഹനില ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ, ഷംസു കുന്നത്ത്, ലുക്മാൻ, ഇസ്മായിൽ കാവിലക്കാട്, ഷറഫുദ്ദീൻ, വിജയലക്ഷ്മി, പ്രതീഷ്, ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിസ്ഥിതി സന്ദേശവും നൽകി. ചടങ്ങിൽ പങ്കെടുത്ത മോർണിംഗ് സ്റ്റാർ അംഗങ്ങൾക്കും നാട്ടുകാർക്കും വൃക്ഷത്തൈകളും സൗജന്യമായി വിതരണം ചെയ്തു.
പരിസ്ഥിതി ദിനത്തിൽ തൈനട്ട് സസ്യശാസ്ത്ര അധ്യാപകർ. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി 2ാം വർഷ മൂല്യനിർണ്ണയ ക്യാമ്പിൽ സസ്യശാസ്ത്ര അധ്യാപകരാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടത്. ക്യാമ്പ് കോർഡിനേറ്റർ ഒ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ബോട്ടണി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ജോസ്, കെൻ നൂർജഹാൻ, പി കെ വിനീത, എസ് ധന്യ, സിമി, ഗീത, എ ആർ രഞ്ജുഷ, പി സുജിത, ധന്യ എന്നിവർ പങ്കെടുത്തു. തിരൂർ നഗരസഭ 5ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വാർഡ് കൗൺസിലർ കെ പി ജഫ്സലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തിരൂർ നഗരസഭ 5ാം വാർഡിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ RRT അംഗങ്ങളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളടക്കം 50ഓളം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നമ്മൾ 5ാം വാർഡിലും ശുചീകരണത്തോടു കൂടി നമ്മൾ നടത്തി. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, നാട്ടുകാരായാലും എല്ലാവരും ഒന്നിച്ച് നമ്മോട് സപ്പോർട്ട് ചെയ്തു. ആശാ വർക്കർ, വിവിധ ജാതിക്കാർ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. RT മെമ്പേഴ്സ്, ERT മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താജുദ്ദീൻ, മുഹമ്മദ് കുട്ടി, നൌഷാദ്, സുലൈമാൻ, ഫാസിൽ, ആശാ വർക്കർ സഹീറ, നിസാർ, ജംഷീർ, ERT അംഗങ്ങളായ കബീർ, റനീഷ്, ഇബ്രാഹിം, ഫാസിൽ, നൌഷാദ, നാട്ടുകാരായ മുലശ്ശേരി സുലൈമാൻ, അഷ്റഫ്, ഹംസ, ഷാഫി, വേലായുധൻ, ഫഹദ്, ജിതേഷ് തുടങ്ങിയവർ പങ്കാളികളായി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ബജറ്റ് ആശക്കൊത്തുയർന്നില്ല എങ്കിലും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 4 പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്തിയെന്നും കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ വെന്റിലേറ്റർ സൗകര്യം ഉടൻ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ മുഴുവൻ തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് ICU സംവിധാനത്തിനും വെട്ടം, വളവന്നൂർ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രിയെ ഈ വർഷം അവസാനത്തോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി ഉയർത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ സഭയിലെ കന്നിക്കാരനാണ്. എന്നെപ്പോലെ 53 പേർ, ഞാനടക്കം 53 പേർ കന്നിക്കാരായി സഭയിലെത്തിയിട്ടുണ്ട്. വളരെ വലിയ പ്രതീക്ഷയിലാണ് സഭയിലെത്തിയതും ബജറ്റ് അവതരണം കാതുകൂർപ്പിച്ച് കേട്ടതും. ആശക്കൊത്ത് ബജറ്റ് ഉയർന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പുതുതായി നമ്മുടെ മണ്ഡലത്തിന് കിട്ടിയിട്ടുള്ളത് 4 പദ്ധതികളാണ്. ഒന്ന് വളവന്നൂരിലും 2 വെട്ടത്തുമുള്ള CHCകളിൽ 10 ബെഡുകളോട് കൂടിയ ഐസൊലേഷൻ വാർഡുകൾ. പിന്നെ ഈ ആശുപത്രി, നമ്മുടെ ജില്ലാ ആശുപത്രി, നമ്മുടെ ഈ ജില്ലയിലെ പ്രത്യേകിച്ച് തിരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ഇതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തുവാൻ നേരത്തെ സർക്കാർ തലത്തിലൊരു ധാരണയുണ്ടെങ്കിലും അത് ഈ വർഷം പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് സഭയിലുണ്ടായി. അതിനോടൊപ്പം ഈ ബജറ്റിൽ ഇവിടേക്ക് അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും പീഡിയാട്രിക് ICU മാത്രമാണ് ഈ വർഷം അനുവദിച്ചിട്ടുള്ളത്. ഹൃദയ ഞരമ്പുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെങ്കിലും അടിയന്തരമായി ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ബജറ്റിൻ്റെ ചർച്ച കഴിഞ്ഞ് അംഗീകരിക്കുന്ന ഘട്ടത്തിൽ അവകൾ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തിരൂരിലെ 3 മേൽപ്പാലങ്ങളും ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. മേൽപ്പാലങ്ങൾ നമ്മുടെ മന്ത്രിയെ കണ്ടിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വളരെ താല്പര്യപൂർവ്വമാണ് നമ്മുടെ നിവേദനം സ്വീകരിച്ചത്. പരമാവധി സൗകര്യങ്ങൾ ചെയ്യാം എന്ന് എന്നോട് വാക്ക് തരികയുണ്ടായി. ബജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, പുതുതായി പദ്ധതി നിർദ്ദേശങ്ങളൊന്നും വരാത്തതുകൊണ്ട് പുതിയ പണം അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുകൊണ്ടും പഴയത് തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെപ്പാലത്തിൻ്റെ ഇത് കുറച്ച് വർക്ക് ആരംഭിച്ചതിന് ശേഷം തുക പോരാ എന്നുള്ളത് കൊണ്ട് കോൺട്രാക്ടർ ഇട്ട് പോയതാണ്. അധികം തിരിച്ച് വന്ന് ആ ജോലി ചെയ്യുമോ അല്ല മറ്റാളെ ഏൽപ്പിക്കണമോ എന്നതിനെക്കുറിച്ചൊക്കെ ഇനി സർക്കാർ തലത്തിലാണ് ചർച്ച വേണ്ടത്. എങ്ങനെയായിരുന്നാലും അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരം നിലവിലുള്ള എസ്റ്റിമേറ്റ് തുകക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റും ടെൻഡറും അതിനു വേണ്ടി വരും. ജില്ലാ ആശുപത്രിയിലെ വെന്റിലേറ്റർ സൗകര്യം ഉടൻ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. തലക്കാട് 8ാം വാർഡ് മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ CPI തലക്കാട് ലോക്കൽ സെക്രട്ടറി രാജു അധ്യക്ഷനായിരുന്നു. ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം നമ്മളെല്ലാ വർഷവും നമ്മുടെ പ്രദേശത്ത്
വൃക്ഷത്തൈകൾ വെച്ചും ആളുകൾക്ക് വിതരണം ചെയ്തും വളരെ ആർഭാടപൂർവ്വം നമ്മൾ കൊണ്ടാടിയിട്ടുണ്ട്. ഇപ്രാവശ്യം വളരെ ദയനീയമായൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരി ഈ നാശം വിതക്കുമ്പോഴും നമുക്ക് നമ്മുടെ നാളെയുടെ തലമുറയെ സംരക്ഷിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ ഭാവി സംരക്ഷിക്കാൻ നമ്മളൊരു മരം നടുക എന്ന ദൗത്യവുമായിട്ട് പ്രകാശൻ കുറ്റൂർ, സൈനുദ്ദീൻ കുറ്റൂർ, മനാഫ് കുറ്റൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെട്ടിയാം കിണർ GVHSS ജൂനിയർ റെഡ് ക്രോസ് ഹരിതസേന ഫോറസ്ട്രി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചെട്ടിയാങ്കിണർ സ്കൂളിൽ പരിസ്ഥിതി ദിനം കുടുംബത്തോടൊപ്പം എന്ന ആശയവുമായി ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ 300 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. ഹരിതസേനയുടെ നേതൃത്വത്തിൽ നടന്ന ഫലവൃക്ഷ തൈ നടൽ ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിൻ ആരിബ്ര ഉദ്ഘാടനം ചെയ്തു. പെരുമണക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ, ഷംസു പുതുമ, ഷാജു കാട്ടകത്ത, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, റസീൽ അഷ്റഫ്, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് മുബഷിറ, രാകേഷ് ആർ നായർ, അസൈന റെഡ്രിക്കോട് എന്നിവർ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ലൈഫ് കെയർ മെട്രോ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ലൈഫ് കെയർ മെട്രോ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NV നിതിൻദാസ്, താനൂർ മുനിസിപ്പൽ കൗൺസിലർ സുബൈർ, ലൈഫ് കെയർ മെട്രോ പ്രവർത്തകരായ മൊയ്തീൻ, റഹീം, ഇബ്രാഹിം കാരടൻ, സലീം, T സുബൈർ, അഷ്റഫ്, ആഷിഖ്, ജാസിർ, റമീഷ്, റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് മഹാമാരിയും കടൽക്ഷോഭവും കാരണം പ്രയാസപ്പെടുന്ന തീരദേശ മേഖലയിൽ യുവ കൂട്ടായ്മയുടെ സഹായഹസ്തം മംഗലം പുറത്തൂർ ഭാഗങ്ങളിലെ തീരദേശ വീടുകളിൽ കപ്പ വിതരണം ചെയ്തു. മംഗലം പുറത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 10 വാർഡുകളിലായുള്ള തീരദേശ വീടുകളിലാണ് മുട്ടന്നൂർ മുട്ടിക്കമ്പനി കൂട്ടായ്മ 10,000 കിലോഗ്രാം കപ്പ വിതരണം ചെയ്തത്. ലോക കേരള സഭാ അംഗം CP കുഞ്ഞുമൂസ മുഖേന മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാമാണ് ഇതിനാവശ്യമായ തുക നൽകിയത്. കോവിഡ് മൂലം വിപണി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന കപ്പ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമായി. വിതരണം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷബീബ് മാസ്റ്റർ ഏറ്റുവാങ്ങി. മംഗലം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CMT സീതി, പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈനുലാബിദ, റംല തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി STPI താനൂർ മുനിസിപ്പൽ കമ്മിറ്റി കീഴിൽ വിവിധ ബ്രാഞ്ചുകൾ ശുചീകരണ പ്രവർത്തനം നടത്തി. വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. STPI താനൂർ മുനിസിപ്പൽ കമ്മിറ്റി കീഴിൽ വിവിധ ബ്രാഞ്ചുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുനിസിപ്പൽ തല ഉദ്ഘാടനം മണ്ഡലം കമ്മിറ്റി അംഗം A മൊയ്തീൻകുട്ടി നിർവഹിച്ചു. സ്വന്തം ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ സ്വന്തം ഹൃദയത്തെ ആത്മ സംസ്കരണം നടത്തുന്നത് പോലെ തന്നെ പൊതു ഇടങ്ങളെയും വൃത്തിയായി സൂക്ഷിക്കുക, അതുവഴി പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് കാട്ടിലങ്ങാടിയിൽ ഡിവിഷൻ കൗൺസിലർ ആരിഫ സലീം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് CP അബ്ദുൽ സലാം, ബ്രാഞ്ച് ഭാരവാഹികളായ ഷംസു, ഷിബിലി, അഫ്സൽ കാട്ടിലങ്ങാടി, അയ്യൂബ്, അനീഫ, ഗഫൂർ, റാഫി, കുഞ്ഞുമോൻ, സാദിഖ്, ഷബീബ്, അബി, കുഞ്ഞിബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ മുനിസിപ്പാലിറ്റി 3-ാം വാർഡ് റെഡ് ആർമി വളണ്ടിയേഴ്സ് ഡ്രൈ ഡേ ആചരിച്ചു. തിരൂർ നഗരസഭ 3-ാം വാർഡിൽ റെഡ് ആർമി വളണ്ടിയേഴ്സ് ഡ്രൈ ഡേ ആചരിച്ചു. റോഡുകൾ വൃത്തിയാക്കുകയും വീടുകളിൽ തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് വാർഡിൽ നിന്നും സ്ക്രാപ്പുകൾ ശേഖരിച്ചു. ഞങ്ങൾ റെഡ് ആർമി എന്നുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ പെറുക്കി മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് ഫണ്ട് സമാഹരിക്കും. അതുപോലെ തന്നെ ചെടികളൊക്കെ കൊടുത്ത് വീടുകളിൽ പരിസ്ഥിതി കാര്യങ്ങളിൽ നമ്മൾ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ വൃത്തിയാക്കി എല്ലാ മേഖലയിലും ഈ വാർഡിൽ കോവിഡ് രോഗികളെ പരിപാലിക്കുന്നതിൽ അവർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിൽ മരുന്ന് എത്തിക്കുന്നതിലൊക്കെ റെഡ് ആർമി വളണ്ടിയേഴ്സ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. CPM ബ്രാഞ്ച് സെക്രട്ടറി അലി കടവത്ത്, ഷംസുദ്ദീൻ O, കരീം നടുലങ്ങാടി, ദിലീപ് KP, ബഷീർ, BB മോഹനൻ, ഷാനിഖ് പാറപ്പുറത്ത്, അസ്കത്ത്, ഹാരിസ്, ഷഫീഖ്, ഗഫൂർ, സാബു, ശരത്, അഖിൽ, മൻസൂർ, ജുനേർ, ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. റോഡരികിലെ ചീനിമരം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. വേരുകൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു. മരം വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി കളക്ടറെ സമീപിക്കുമെന്ന് ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K യൂസഫ്.
പുത്തന്തൂര് ഒഴൂർ വെള്ളച്ചാൽ റോഡിൽ പാലക്കത്തോട് ഭാഗത്താണ് റോഡരികിലെ ചീനിമരം അപകട ഭീഷണി ഉയർന്നത്. മരത്തിന്റെ വേരുകൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു. 2 മാസം മുമ്പ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡാണ്. റോഡിന്റെ സൈഡ് ഭാഗങ്ങളിൽ വിള്ളൽ വന്നതോടെ വലിയ അപകട ഭീഷണിയായിരിക്കുകയാണ്. മരം വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കളക്ടറെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ യൂസഫ് അറിയിച്ചു. ചീനിമരം അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. റോഡിന്റെ പാർശ്വത്തിലുള്ള ഏകദേശം 3 മീറ്ററോളം സ്ഥലം വിണ്ട് കയറി അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. മഴ കനക്കുന്ന സമയത്ത് ഭാരമുള്ള വാഹനങ്ങൾ വന്നാൽ ഏത് സമയത്തും റോഡ് ഇടിയാനും അതോടൊപ്പം തന്നെ മരം വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി നീക്കാഞ്ഞാൽ ഈ റോഡ് തന്നെ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിനെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് നാളെ തന്നെ കലക്ടറുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ തന്നെ അതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെട്ടിമാറ്റാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ട്രീ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനമെടുക്കണം എന്നുള്ള ഒരു മറുപടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അത് ഈ സാഹചര്യത്തിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിലം പൊത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അപകടങ്ങൾ ചിലപ്പം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ നൂലാമാലകളിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് കലക്ടറെ കാണാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. നാളെ എന്തായാലും കലക്ടറുമായി ഈ വിഷയവുമായി ബന്ധപ്പെടും. താനൂർ പുത്തന്തൂര് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സജീവമെന്ന് പരാതി. പ്രദേശത്തെ എക്സൈസ് സംഘം പരിശോധന നടത്തി പ്രദേശത്ത് നിന്ന് ഉപയോഗത്തിനായി ചെറുപൊതികളിലാക്കിയ കഞ്ചാവ് കണ്ടെത്തി. കേപ്പുരം പുത്തന്തൂര് ഭാഗത്ത് ലഹരി വിൽപ്പന സജീവമാണെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. പുത്തന്തൂരുവിനും കമ്പനിപ്പടിക്കും ഇടയ്ക്കുള്ള ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് പല ഭാഗങ്ങളിൽ നിന്നും അപരിചിതർ വന്നു പോകുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരു എക്സൈസ് സംഘം എത്തി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ഉപയോഗത്തിനായി ചെറുപൊതികളിലാക്കിയ 2 പൊതി കഞ്ചാവ് നിറച്ച ബീഡിയും കണ്ടെത്തി. വിദ്യാർത്ഥികളടക്കം ഈ ഭാഗത്തേക്ക് വരാറുണ്ടെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ ലോഡ്ജിൽ കുറേ ആളുകൾ വന്ന് വൈകുന്നേരം ആയാൽ ബഹളം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറിലും ബൈക്കിലൊക്കെ വന്ന് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു വന്ന് ഇവിടെ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിനെ അറിയിക്കുകയും പോലീസ് വരാമെന്നേറ്റെങ്കിലും വൈകിട്ട് 7 മണി വരെ അവർ പോലീസ് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു RRT അംഗങ്ങളും എല്ലാവരും കൂടെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല, കോവിഡ് മാനദണ്ഡം അനുസരിച്ച് നമുക്കറിയാം കൂട്ടം കൂടിയിരിക്കുന്നതൊക്കെ നിയമലംഘനമാണെന്നുള്ളത് അതും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് RRT അംഗങ്ങൾ വന്ന് ഇവിടെ പരിശോധിച്ചപ്പോൾ നിറച്ച ആളുകൾ ഇരുന്നു കൊണ്ട് പുകവലിക്കുന്ന രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ പിന്നെ പിറ്റേ ദിവസവും അതുപോലെ വീണ്ടും ഇവിടെ ആളുകൾ കൂടിയപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സൈസിനെ അറിയിക്കുകയും എക്സൈസ് വന്നു കുറച്ച് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ പരിശോധന കർശനമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. താനൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ ബ്ലോക്ക് ഓഫീസിന് സമീപം മിനി സിവിൽ സ്റ്റേഷനിൽ പരിസ്ഥിതി ദിനം താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭാ പരിധിയിൽ ബ്ലോക്ക് ഓഫീസിന് സമീപം മിനി സിവിൽ സ്റ്റേഷനിൽ പരിസ്ഥിതി ആഘോഷങ്ങൾ പരിപാടികൾ നടന്നു. ചെയർമാൻ PP ഷംസുദ്ദീൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V നിതിൻ ദാസ്, കൗൺസിലർ സുബൈർ, K റഹീം, ലൈഫ് കെയർ മെട്രോ രക്ഷാധികാരി മൊയ്തീൻ, ഇബ്രാഹിം കാരടൻ, സലീം, സുബൈർ, അഷ്റഫ്, ആഷിഖ്, ജാസിർ, റമീഷ്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒഴൂർ 16-ാം വാർഡിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. വാർഡ് മെമ്പർ PP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഒഴൂർ ജംഗ്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം PP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒഴൂർ പഞ്ചായത്തിൻ്റെ 16-ാം വാർഡിൽ തൊഴിലുറപ്പുകാരെയും സന്നദ്ധ സംഘടനകളെയും മറ്റു സാംസ്കാരിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒഴൂർ അങ്ങാടി പൊതുസ്ഥലങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ 16-ാം വാർഡിൻ്റെ ഈ ശുചീകരണ പ്രവൃത്തി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സേവാഭാരതി പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കാളികളായി. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് K മണി, CK കുട്ടൻ, ദിലീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആശ്വാസമാകുന്ന കോവിഡ് പ്രതിദിന കണക്കുകൾ. മരണസംഖ്യ ഒരു ദിവസത്തെ ഉയർന്ന നിരക്കിൽ. 14,672 പുതിയ രോഗികൾ. DPR 14.27%. ജില്ലയിലും രോഗികൾ കുറഞ്ഞു. 1,687 പേർക്ക് വൈറസ് ബാധ. DPR 15.79%. ആകെ മരണസംഖ്യ 885. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കോവിഡ് പ്രതിരോധോപകരണങ്ങൾ നൽകി KPSTA. 100 ജനപ്രതിനിധികൾക്ക് 100 ഓക്സിമീറ്ററുകളുമായി ഇമ്പിച്ചി ബാവ സഹകരണ ആശുപത്രി. മലയാളം സർവകലാശാലയിൽ സംവരണം അട്ടിമറിച്ച് അധ്യാപക നിയമനം. ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത്. അട്ടിമറി നടന്നത് ചലച്ചിത്ര പഠന വിഭാഗത്തിലെ അധ്യാപക നിയമനത്തിൽ. കരുതൽ ശുചിത്വ പരിപാടിയുടെ താനൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം താനാളൂരിൽ നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.